അപ്പം നമ്മളെ ബാക്കിലാണ് നമ്മളെ ഉണ്ടാക്കിയ സാധനവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പാടെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന അതുപോലെ ചെയ്തു. സെറ്റ് ഹൗസാണ്. മാക്സിമം ഞാൻ ഉണ്ടാക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെടുത്തിട്ട് നമുക്ക് ഇവിടെ 2 ബെഡ് വെക്കാം. അപ്പോൾ നമുക്ക് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കാനുള്ളൊരു സൗകര്യമാവും. അതുമാത്രം അയ്യോ ഇതാണ് പണ്ടാരം. ഞാൻ എന്ത് പൊട്ടിപ്പോയടാ, പൊട്ടിപ്പോയത് ഞാനായിപ്പോയേ. ഓക്കെ, സെറ്റാണ്. ഇപ്പാണ് നമ്മളെ വീടിനൊരു കുഞ്ഞു ലുക്ക് വന്നത്. അപ്പം നമുക്ക് അടുത്തത് ചെയ്യാൻ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ട് കണ്ടുപിടിക്കണം. ഒരു മറ്റേ ചെടി വെക്കുന്ന പോട്ടില്ലേ, അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കൊരു കാര്യം ചെയ്യാം. ആ പോട്ട് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും അല്ല ഉണ്ടാവാൻ. ഇങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെയാണ് ഉണ്ടാവാണ്. ഇതല്ലേ പോട്ട്? ഫ്ലവർ പോട്ട് കണ്ടാണ്. അത് എടുത്തിട്ട് നമ്മൾ ഇവിടെ വെക്കാം. ഇവിടെ ഇങ്ങനെ 2 ഫ്ലവർ പോട്ട് വെക്കാം. അപ്പോൾ ഫ്ലവർ പോട്ട് നമ്മൾ എന്ത് ഫ്ലവർ വെക്കും? ഫ്ലവറൊന്നും ഇതിലില്ലേ? ഇതിൽ ഫ്ലവർ ഇല്ലടാ. അതെടി ഉണ്ടാവാ ഫ്ലവർ അതില്ലടാ. ഇതിനകത്ത് ഫ്ലവേഴ്സ് ഒന്നും കാണുന്നില്ല. പച്ചച്ചേമ്പലുണ്ട്. എന്തിനൊക്കെ ഇപ്പോൾ ഫ്ലവർ അടിച്ചു നോക്കാം അല്ലേ? ഫ്ലവർ നീല മതി. പക്ഷെ ഗ്രീൻ ഫ്ലവറാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു ഫ്ലവർ ഇല്ല. ഗ്രീൻ ഫ്ലവർ ഇല്ല. സത്യത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പം ബ്ലൂ തന്നെ വെക്കേണ്ടി വരും. കിട്ടിയോ? വീല് വെക്കല്ലേ? ഓക്കെ, നമ്മളതും കാരണം വെച്ച് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രാത്രി ആയിട്ടില്ലല്ലേ. അപ്പം ഇനി ഇവിടെ നമുക്ക് കിച്ചണും ഇതൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ കിച്ചൺസിൻ്റെ ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഡെക്കറേറ്റഡ് ആയിട്ട് ആക്കാം. നമുക്ക് ബുക്ക് ലൈബ്രറി പറഞ്ഞാൽ ഞാൻ വായിക്കുന്ന ഒരാളല്ല, എന്നാലും ലൈബ്രറി വെക്കാം. ലൈബ്രറി വെച്ചിട്ടുണ്ട്. ഇതെന്ത് ഷേപ്പാന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞാനെന്തോ വെച്ച്. പിന്നെ ഇരിക്കാനായിട്ട് കസാല ഇപ്പം ഞാൻ എന്തിനെ കൊണ്ടുണ്ടാക്കൂ ഗൈസ്? കസാല ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? സാല പോട്ടെ. നമുക്ക് പിന്നെ ചെസ്റ്റ് വെക്കാം. ഇത് ട്രാപ്പിഡ് ചെസ്റ്റ് അല്ലേ? നമുക്ക് ഈ ചെസ്റ്റാണ് ഇപ്പോൾ ആവശ്യം. ട്രാപ്പിഡ് അങ്ങ് വേറെ എടുക്കുക. ഈ ചെസ്റ്റ് ഇങ്ങനെ നിരത്തി വെക്കാം. 3 ചെസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ഡെക്കറേറ്റഡ് വീട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നെതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലേ CD അത് വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥലമില്ലല്ലോ പറയുന്ന മാതിരി. കുഴപ്പമില്ല, വേണ്ട. അപ്പം ഇത് പ്ലാനും പോയിക്കണ്ട, അത് ഇപ്പം നടക്കണ്ട, അതൊന്നും വേണ്ട. ബട്ട് ഞാനൊരു കാര്യം ചെയ്യും ഗൈസ്. ഇതാണ് നമുക്ക് വേണ്ടത് ഗൈസ്. ഇത് ഡാർക്ക് ഓക്ക് ലീവ്സ്. അതിന് വേറെ എനിക്കറിയില്ല, അതുകൊണ്ട് ഓക്ക് എന്ന് പറയും. പിന്നെ ഇവിടെ ഇങ്ങനെ പുല്ലിങ്ങനെ വെച്ച് കൊടുക്കും. ഗ്രീൻ ഹൗസ് അല്ല, അപ്പം ഇങ്ങനെ പുല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതേ സാധനം ഞാൻ ഇപ്പിടി ഉണ്ടാക്കും കേട്ടോ. അതേപോലെ ആക്കിയില്ലേ കേട്ടോ. അതേപോലെ തന്നെ ഇത് ഇലയും ആക്കിയില്ലേ കേട്ടോ. രസമുണ്ടല്ലേ? ഒരു കുഞ്ഞു രസം. നൈറ്റ് ആയിന്നാ തോന്നുന്നു. നൈറ്റ് ആയ ഇല്ല, നൈറ്റ് ആയിട്ടില്ല. ഒരു ഇരുട് പിടിച്ച പോലെ. പിന്നെ അയ്യോ എടാ എന്തൊക്കെയോ ഞാൻ പൊട്ടിച്ചടാ. അയ്യടാ എന്ത് കഷ്ടോ. കൃഷ്ണ 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 രാധാക്കാമുക ഉള്ളിൻ്റെ ബത്താക്കാമുക. എനിക്ക് ആ പാട്ട് പാടാനറിയില്ല. അയ്യോ ഇതെന്താ പൗഡറാ? എൻ്റെ പൊന്നെ, ഞാനിപ്പോൾ പൗഡറാ വെച്ചെടുത്തിരി. കോൺക്രീറ്റ് പൗഡർ. എടാ കോൺക്രീറ്റ്
ഇവിടെ കോൺക്രീറ്റ് കാണാനില്ല. ആ കോൺക്രീറ്റ് ഇതൊക്കെ കറുത്തതല്ലേ, ഇത് ഓറഞ്ച് ബൂള്. ആ റെഡ് കോൺക്രീറ്റ് ഒന്നുമല്ല, പച്ച കോൺക്രീറ്റ് ആണ്. ഓക്കെ നൈറ്റ് ആയിട്ടുണ്ട്, ഇരുട് പിടിച്ച് ഞാനിപ്പം ചാവും ഗൈസ്. അപ്പോൾ എന്താ പറയുക, നൈറ്റ് ആയിട്ടുണ്ട് അല്ലേ, നൈറ്റ് അല്ലേ. എന്നാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്? ആ അത് വെച്ച് ഇനി ട്രാപ്പ് ഡോറ് അത് ഇടുന്നതിന് നമുക്ക് കിട്ടിയേ. ആ ഇതതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ ഇനി അടുത്തത് എടുത്തിട്ട് മുകളിൽ കൊണ്ടുപോയി വെക്കണം. അവിടെ ഇതെന്തെന്നാ ഇങ്ങനെ ആക്കിയേ. അവിടെ വൂൾഫ് ആ സമയത്ത് ഞാൻ പൊട്ടിയ ഇവിടെ ഉണ്ടാകുമ്പോൾ. ആ അങ്ങനെ തന്നെ വൂള് ഞാൻ അതിനിടക്ക് വെട്ടിയെന്ന് തോന്നിട്ടാ. വൂള് എടുക്കണേനു പച്ച ഗ്രീൻ ലൈം വൂള്. ഞാൻ ഗ്രീൻ വൂള്, അയ്യോ ഗ്രീൻ വൂളല്ല വൈറ്റ് വൂളാവട്ടെ, സോറി മാറിപ്പോയി. ഇപ്പം അല്ലേ തെറ്റായേ, കറക്റ്റ. ഇനിയിപ്പോൾ ഈ വീട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ വെച്ച് കേസ്. ഇനി ഒന്ന് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുന്ന എന്തെങ്കിലുമൊക്കെ വെക്കാം. ഇവിടെ ജസ്റ്റ് വെച്ച് പിന്നെ ആ ഫോട്ടോ അതൊന്നും ഞാൻ വെക്കാറില്ലല്ലോ. ഓനെ ശരി ഒറ്റ പോനെ. അയ്യോ ഇത് ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ വെക്കാം. പിന്നെ ഇവിടെ രണ്ട്. അയ്യോ ഓ ഇത് മറ്റേ മൈൻക്രാഫ്റ്റ് എടാ എന്താടാ പോയാ അത് ഇങ്ങനെ വെക്കുമ്പോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്കിങ്ങനെ കുറേ ഫോട്ടോസ് വെക്കാം. ഇത് പെയിന്റ് അടിച്ച വീടാണോളി, ഇങ്ങനെ ഫോട്ടോസ് വെച്ച പെയിന്റ് അടിച്ച വീടാ. ശരിക്കൊരു നിന്റെ ലുക്ക് ഉണ്ട് കേട്ടാ, ലുക്ക്. ഇത് പെയിന്റിങ്, ഇത് ഐറ്റം ഫ്രെയിം കൊണ്ട് ഒരു ആകടെ ഐറ്റം ഇവിടെ വെക്കാം. രണ്ടിലും ഞാൻ ഒരു സാധനം ഉണ്ടാക്കും, അതാണ് സാധനം. ഓക്കെ ഇനി അതിനകത്ത് ഇരിക്കണം നമ്മൾ. ഇങ്ങനെ വെക്കുക കണ്ടോ, മുകളിലും വെക്കാം. നടുവിൽ വെക്കാൻ പറ്റൂല കേട്ടോ, അതുകൊണ്ടൊരു പ്രശ്നം. അങ്ങനെ ചെയ്യണ്ടല്ലേ, ഇത് കൊള്ളാമല്ലോ. അയ്യോ ഇവിടെ വെക്കുക, നടുവിലും വെക്കുക. നടുവിൽ ആക്സ് പുഷ്പ ചെരിഞ്ഞു വെക്കണം, എന്നാലല്ലേ തെറിച്ച് കൊള്ളാൻ പോകുന്ന ഒരു ലുക്കുള്ളൂ. പുഷ്പ രസമുണ്ടല്ലേ വീട്. ഇത്തരക്കാരി ഫോട്ടോസ് ഒന്നും വേണ്ട കേട്ടോ, നമുക്കിപ്പോൾ ഇതൊക്കെ അങ്ങ് പൊട്ടിച്ചോളാം. ഇത്രക്കാരെ അങ്ങ് ഫോട്ടോസ് വെച്ച് കൊളാക്കുന്നു. ഇത്ര ഫോട്ടോസൊക്കെ മതി തൽക്കാലത്തേക്ക്. ഐറ്റം ഫ്രെയിം വെച്ച് പിന്നെ എന്തെങ്കിലും ചെയ്യാനുള്ള ലാൻഡ്. ഞാൻ ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് ചെയ്യാതെ ഇവിടെ തൂക്കിയിടണം. അതാ ലീഫിൽ തൂക്കിയിടാൻ പറ്റൂല. അയ്യോ ഓക്കെ ഉണ്ട്. ഇവിടെ തൂക്കിയിടാ, പിന്നെ ഇവിടെ തൂക്കിയിടാം. മതി പിന്നെ ഞാൻ ഫുള്ളങ്ങ് വെച്ചു കണ്ടാലേ. അതുകൊണ്ട് നമുക്കിനി പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വെക്കണ്ടേ. എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ സാധനങ്ങൾ വെക്കണ്ടേ, അതിന് ഉണ്ടാക്കേണ്ട സാധനങ്ങളായിട്ടുള്ള സാധനം വെക്കണ്ടേ. അപ്പോൾ അത് ഒരെണ്ണം വെച്ചാൽ മതി. പിന്നെന്നാ ഇതെടുത്ത് വെച്ചേക്ക് ഒരു കുമ്മിനി കാണാൻ. അവിടെ കുമ്മിനി കാണാൻ വേണ്ടി വെച്ചതാണ്, അല്ലാണ്ട് ഞാൻ വെറുതെ വെച്ചല്ല. അപ്പം ഇതൊക്കെ ഞാനൊന്നും കൂടി ആക്കി എടുത്തേക്കാം. ഓക്കെ അല്ലേ? അയ്യോ എൻ്റെ പിക്കാക്സ് ഇടവാ. അതിന് ആക്സും കൂടി അങ്ങ് ആക്കി എടുത്ത്
ഇവിടെ എക്സ് 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 നോബഡി ഇവിടെ വെക്കാം. ഒരു ലുക്ക് ഉണ്ടല്ലേ. അയ്യോ ഇത് ഞാൻ കുഞ്ഞിൽ നിന്ന് തൂറാൻ പോണേ. പിന്നെന്താ ഇനി ചെയ്യണ്ടേ? മെഴുകുതിരി മെഴുകുതിരി. അയ്യോ അടി ഇതെന്തോന്നാടോ എൻ്റെ കൈ കാട്ടിട്ടെല്ലാം പൂട്ടിപ്പോന്ന്. ഇത് ഔഡറാ വൂൾഫ് വൂൾഫ് എന്നാ പറയുന്നത്. വൂള്. അയ്യോ ആ ലാൻഡ് മറ്റേ ഇത് കൊണ്ടുപോയി കാട്ടിക്കാണടാ. ഡോറെന്തിനിപ്പോ വീടുണ്ടാക്കുന്നതിന്? വൂളെപ്പോ നമുക്ക് കൈ കരുത് കേട്ടോ. ഒരു ഫ്ലവർ പോട്ട് പോരെ. നാലെണ്ണം കേട്ടോ. അത് രസമുണ്ടാവില്ല. നമുക്ക് ഇവിടെ വെച്ച ഒരു ഗുണം ഉണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് വെക്കാനായിട്ടൊരു സാധനം വെക്കാം. ഇത് വെച്ചതിന് ഒരു രസമുള്ളൊരു സാധനത്തിൻ്റെ മുകളിൽ വെക്കാം. കിട്ടിയേട്ടാ ഒരു സാധനം. എമറാണ്ടൊന്നും വേണ്ട. വയറ്റായിരുന്നു വെറുതെ ഓരോന്നുണ്ടാക്കി വെച്ചിട്ട്. എമറാണ്ടൊന്നും വേണ്ടേ. ഞാനൊന്നും വെക്കൂലേ എമറാണ്ടിൽ. എമറാണ്ട് ഇതിൽ വെക്കാനേ ഇതിപ്പോൾ ഞാൻ. അയ്യോ അത് ഞാൻ അടുത്ത് ചാടി. എമറാണ്ട് എന്തിനാടാ ഇപ്പോൾ? എമറാണ്ട് വേണ്ട, ചാട്. അതൊന്നും വേണ്ട. നമുക്കിത് എന്തിൽ വെക്കാനുള്ളൊരു രസം? മരത്തടിയിൽ വെക്കണം. മരത്തിൻ്റെ ഓക്കിൽ വെക്കാം. ഓക്ക് ഒരു മരത്തടി ഇതാ ഇവിടെ വെച്ചിട്ട് ഇതാ അതിനങ്ങ് ചെറുക്കിയിട്ട് ഇതങ്ങ് വെച്ചെടുക്കാം. ഇത് ഫ്ലിഞ്ച് ആൻഡ് സ്റ്റീൽ വെച്ചിട്ട് ഉള്ളി കത്തിക്കണ്ടേ. ഇറക്കം അറിയില്ല കേട്ടോ. അറിയില്ല. അവസാനം വീട് തീ പിടിക്കുമെന്ന് ആർക്കും അറിയാം. അല്ല ഈ മരം മാത്രമായിട്ട് തീ പിടിക്കാണ്ടിരുന്നാൽ മതി. അതാ മോനെ പണി പാളി. അതൊന്നും അല്ല ചെയ്യണ്ട. ഞാനിപ്പോൾ കത്തിച്ചാമ്പലാവുകയാണ്. എടാ അതെങ്ങനെയാടാ കത്തിക്കാ? പിന്നെ തിരി വെക്കണ്ടേ? എന്നാ പിന്നെ ചെയ്യാനൊക്കെ വേണോ? ഓക്കെ, നമ്മളെ ഇന്നത്തെ പരിപാടി ഇവിടെ സെറ്റായല്ലേ? എനിവേ എന്താ പറയുക, നമുക്ക് എന്നാൽ ഇനി വെക്കാനായിട്ടൊന്നും ഇല്ലല്ലേ. നമ്മളെല്ലാം ഓൾമോസ്റ്റ് നല്ല ഡിസൈനായിട്ടുള്ളതെല്ലാം വെച്ച്. എന്നാ വെക്കാൻ? ഇനിയൊന്നും വെക്കാനില്ല. ഞാനെല്ലാം വെച്ചു. വെച്ചടാ. നമുക്ക് ഇത് വെച്ചാലോ ഗൈസ്? ഞാൻ ഇതൊന്നും എൻ്റെ വേൾഡിലേ വെച്ചിട്ടില്ല. അപ്പം അതാണ് ഇനി പരിപാടി. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. എല്ലാവർക്കും ബൈ ബൈ.